വകുപ്പ് ഏതായാലും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളോട് നീതി പുലർത്തുമെന്ന് നിയുക്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഓരോ തവണ മന്ത്രിയാകുമ്പോഴും വ്യത്യസ്ത അനുഭവങ്ങളാണ്. മന്ത്രിസ്ഥാനം നൽകിയതിലൂടെ മുഖ്യമന്ത്രിയും LDFും തന്റെ പാർട്ടിക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചുവെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി 24-നോട് പറഞ്ഞു. ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുക്കുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. മന്ത്രിസഭയിലേക്ക് മൂന്നാമത്തെ തവണയാണ് കടന്നു വരുന്നത്. വകുപ്പിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് നിലവിലുള്ള പ്രതീക്ഷകൾ? വകുപ്പുകൾ ഏതായിരുന്നാലും വകുപ്പുകൾ നിശ്ചയിച്ച് ആരെ മന്ത്രിയാക്കണം, ആർക്ക് എന്ത് ചുമതല കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സർവാധികാരം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ്. ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനം എടുക്കുന്നൊരു മുഖ്യമന്ത്രി കൂടിയാണ് നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്തായിരുന്നാലും ശരി, അതനുസരിച്ച് ഏത് വകുപ്പ് ഏറ്റെടുക്കാനും ആ ഏറ്റെടുക്കുന്ന വകുപ്പിനോട് പരമാവധി നീതി പുലർത്താനും കഴിവിനനുസരിച്ച് സത്യസന്ധമായും വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കാനും ഉള്ളതാണ് എൻ്റെ ഒരു പൊതുവായ നിലപാട്. ഇത് മൂന്നാമത്തെ തവണയാണ്. ആദ്യം നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിലായിരുന്നു. അത് കഴിഞ്ഞ് സഖാവ് പിണറായി വിജയൻ്റെ ഒന്നാം മന്ത്രിസഭയിൽ, ഇപ്പോൾ മൂന്നാമത്തെ തവണ പിണറായി വിജയൻ സർക്കാരിൽ ഭാഗമായി. ഇതെല്ലാം ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളും ഓരോ പരിചയവുമാണ്. അപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ വിഴിഞ്ഞം തീർച്ചയായും കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ്. അത് പ്രാവർത്തികമാക്കാൻ ഇപ്പം ജന്മസിദ്ധമായി തന്നെ പ്രകൃതിദത്തമായി തന്നെയുള്ള ചില സൗകര്യങ്ങളുള്ളതാണ് നമ്മുടെ തീരഭൂമികളെല്ലാം. വിഴിഞ്ഞമായിരുന്നാലും അഴീക്കലായിരുന്നാലും ബേപ്പൂരായിരുന്നാലും അതിനൊരു സ്വാഭാവികതയുണ്ട്, സാധ്യതകൾ. അപ്പോൾ സ്വാഭാവികമായും അതെല്ലാം പ്രയോജനപ്പെടുത്തി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം കപ്പൽ ചാനലിൻ്റെ അടുത്താണ്. ഇപ്പോൾ ക്രൂസ് എഞ്ചിനൊക്കെ കാലത്ത് വരാൻ സാധിച്ചത് അതുകൊണ്ടുകൂടിയാണ്. അങ്ങനെ പ്രകൃതിദത്തമായ നിലയിൽ തന്നെ ചില അനുകൂലമായ സാഹചര്യങ്ങൾ ഏതെല്ലാം നിലയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും അതുകൂടി ആലോചിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിന് വേഗത കൂടുന്നത് എന്നാണ് പറയുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.